ഒരു മണി ചോറുണ്ടോ വയറൊക്കെ ഉണ്ടാകുന്ന തള്ളിയിരിക്കുമായിരിക്കും. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എന്നും നിൻകലവൈഭവം. ഇരുളുമ്പോൾ പോലും തേജോഗോളങ്ങൾ നിൻവിരൽ തുമ്പിൽ തിരയുന്നു. ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയുക. നന്ദി പറയാത്ത ഒരു കൂട്ടറുണ്ട്. അതാ ഞാൻ ബി ഡിവിഷനിലെ ഞങ്ങൾക്ക് ആ പ്രായം 3-4 പേരും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത് പറയാനുള്ള അവസരം ഗ്രൂപ്പ് കിട്ടാറില്ല. കാരണം ഇമ്മീഡിയറ്റ് നിങ്ങളുടെ വോയിസ് മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് കൊള്ളാം. നിങ്ങൾ അന്ന് നിങ്ങളും എപ്പോഴും കഴിഞ്ഞിട്ട് ബി എന്നാണ് നമ്മള് മനസ്സിലായിട്ട് സൈക്കോളജിക്കലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് വരെ നമ്മളെ സംബന്ധിച്ച് എ ഡിവിഷൻ തന്നെ ലീഡ് ചെയ്തു. പക്ഷെ ബി ഡിവിഷൻ കുറച്ച് കുറവുണ്ട്. കൂടെ ഉണ്ട്, എപ്പോഴും കൂടെ. Somebody come into our life as blessings, but somebody to teach some lessons. ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വഴി നമ്മൾ ചിലതൊക്കെ പഠിക്കും. മറ്റ് ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതൊരു അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരിചയപ്പെടുമ്പോൾ അത് നല്ല വശങ്ങളെ സ്വാംശീകരിക്കുവാനായിട്ട് നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ കൂട്ടായ്മകൾ ഇനിയും നമ്മൾ കൊണ്ടുവരണം. നമുക്ക് എല്ലാവരെയും കൂട്ടി, അതായത് എനിക്ക് ഇപ്പം പേഴ്സണലി ഇപ്പം കുറച്ച് പേരെ കൂടെ എനിക്ക് ആടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതലാണ്. ഇതിലും നമുക്ക് ഈ വന്നത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടെ ഉണ്ടായിരുന്ന 45 പേരെങ്കിലും വന്നേ. ഇപ്പോഴാണ് 40-50 അല്ല, ഇപ്പോഴല്ല, ടോട്ടൽ നമ്മള് 69 വന്നതിൽ നമ്മളൊരു 55 വരെയെങ്കിലും പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പേരെയൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു നന്നായിട്ട് സമയമെടുത്ത് ടീച്ചർമാരെയൊക്കെ വിളിച്ച് കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ ഉറങ്ങും
പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി നമുക്കിനിയൊരു ജന്മം കൂടി. അമ്മതൻ നേത്രത്തിൽ നിന്നോതുന്നു ചുടുകണ്ണി 4 മാസത്തിനുള്ളിലേറെ നാൾ പോതിച്ചിട്ടാൽ ഫലമാനന്ദം പൂതി. സത്യത്തില് ഇത് തെറ്റിദ്ധാരണയല്ലേ? ഏറ്റവും കൂടുതൽ പൈസയുള്ള ആള് ഏറ്റവും സന്തോഷവാനാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരാള് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ ഉള്ള ഒരാള് ഏറ്റവും സന്തോഷമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാണുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈഗോ തന്നെയാണ്. നമ്മൾ ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരൊക്കെ ഉള്ളിൽ വേദനകളുണ്ട്, മുറിവുകളുണ്ട്. അതായത് നമുക്ക് എന്തുണ്ടോ ആ അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവരാണ് പ്രശ്നങ്ങൾ. അതായത് ഇപ്പൊ മിക്കവാറും വ്യക്തികളിലെല്ലാം ആരും സന്തോഷവുമില്ല, എല്ലാവർക്കും സ്ട്രെസ്സാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പക്ഷെ ഹാപ്പിയല്ല. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിന് ബൈബിളിൽ ഒരു വചനമുണ്ട്, സങ്കീർത്തനം 4-ാം അധ്യായം 7-ാം വാക്യം. ദാനിയേലിന്റെയും മീനിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ സന്തോഷം നിന്റെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അത് കണ്ടെത്താൻ പറ്റാത്തത് അവനവന്റെ പരാജയമാണ്. ഞാൻ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാത്രം സങ്കടമാണെങ്കിലും അതെടുത്ത് മാത്രം. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്നായി 2 കാര്യങ്ങൾ. അപ്പം എന്താണോ ഞാൻ അനുഭവിക്കുന്നത് അത് ഞാൻ വിതച്ചതാണ്. അപ്പം അതിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇവിടെ ആ കാര്യം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തിനാ അവൻ വലുതാണ് അങ്ങനെ ചിന്തിക്കുന്നതിനാ? നമ്മുടെ കൂടെ പഠിച്ചോണ്ടല്ലേ. കാലമേറെ കടന്നുപോയിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലെ ബാല്യം ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന മുഹൂർത്തമാണിത്. ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലും അതൊരു പുതുമയുള്ള കാര്യമല്ല. ഹൈസ്കൂൾ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു 10ാം ക്ലാസ്സിന്റെ കാലം തന്നെയാണ്. പക്ഷേ ജീവിത വഴികൾ ഒരുപാട് മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറയും കുഞ്ഞുങ്ങളും അവരുടെ ചിന്താരീതിയും ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ മാറി പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച നമ്മൾ കഴിഞ്ഞു പോന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കളെ തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞു പോന്ന കാലഘട്ടത്തിലെ ഏറ്റവും രസകരമായ ജീവിതാവസ്ഥകൾ കടന്നു വരുന്നത് നമ്മുടെ ബന്ധങ്ങളുടെ ഒരു റേഞ്ചാണ്. വീട്ടിലിരിക്കുന്ന ഈ പറയുന്ന 31 പേരുണ്ടെങ്കിൽ 31 പേരും 31 മേഖലകളിലാണ്. പല രാജ്യങ്ങളുണ്ട്, പല സ്റ്റേറ്റുകളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ ബന്ധങ്ങൾ നമുക്കെല്ലാം ഉപയോഗിക്കുക പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവരെ എല്ലാം നമുക്ക് ഏത് രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, നമുക്കൊരു സപ്പോർട്ട് പിള്ളേർ പഠിക്കാൻ പോകുന്നു, ഇപ്പൊ UK പോകുന്നു, ഓസ്ട്രേലിയ പോകുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ട് അവിടെ. ശരിയല്ലേ? കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ ദുബായിലെ ഇവിടെ തിരിച്ച് അങ്ങോട്ട് ഞാൻ കയറിയൊന്ന് വൃത്തിയായിക്കോട്ടെ. പോയി യൂട്യൂബിലാണ്
ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്യുകയും അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളെ, അതായത് ഏറ്റവും മനോഹരമായിട്ട് എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നു പല പല ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ നല്ല ഫുഡുകളൊക്കെ കൊടുത്ത് ഫേമസ് ആയ സാബുവിനെ കൊണ്ട് കാറ്ററിംഗ് സംവിധാനങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ അവർ പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്യാൻ റെഡിയാക്കാൻ സാധിച്ചു. പിന്നെ ഫോട്ടോ എടുക്കുവാനായിട്ട് ഫോട്ടോഗ്രാഫറെ വിളിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മീഡിയയിലൊന്നും നമുക്ക് എടുത്ത് ശരിയാക്കാനായിട്ട് മിനിയോട് തന്നെ നേരത്തെ ഏർപ്പാട് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണല്ലോ എല്ലാവരുടെയും ഒരു സഹായ സഹകരണം കൊണ്ടാണ് ഇത് ഇത്രയും ആയത്. പിന്നെ നമ്മുടെ കൂടുതലുണ്ടായിരുന്ന, അതായത് നമ്മുടെ ആത്മീയ പിതാവ് അങ്ങനെ എനിക്ക് നിൽക്കുന്ന നമ്മുടെ സാബുവച്ചനെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നതാണ് വരാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ ബെറ്റിയും സിസ്റ്റർ റാണിയും ഒക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവരുടെ ടൈം ഈ സമയത്ത് വരാൻ പറ്റാത്തതിനാൽ അവരത് അറിയിച്ചിരുന്നു. ഓർമ്മകളുടെ മയിൽപ്പീലി തുണ്ടുകളും കൂട്ടിവെച്ച മഞ്ചാടിക്കുരുക്കളും പെറുക്കിയെടുത്ത കുപ്പിവളപ്പൊട്ടുകളും തേടി പൂത്തു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങളും പൂക്കളുറങ്ങുന്ന ഇടവഴികളും കാലത്തിൻ്റെ മർമ്മരങ്ങളും പിന്നിട്ട് നമ്മൾ പിന്തിരിഞ്ഞു നടന്ന 33 വർഷങ്ങൾ. വഴികളിൽ എവിടെയോ കളഞ്ഞുപോയ ബാല്യത്തിൻ്റെ നിശബ്ദ സന്ദേഹങ്ങൾ മാത്രം തേടി തുടങ്ങിയ യാത്ര. പാതയോരത്ത് കാണുന്ന മുഖങ്ങളൊക്കെയും അപരിചിതത്വം വിളിച്ചു പറയുമെന്ന് കരുതി. കാത്തുനിന്ന സൗഹൃദങ്ങൾക്ക് മധുരവും മണവുമേറെയെന്ന് തിരിച്ചറിഞ്ഞു. 3.5 പതിറ്റാണ്ടുകൾക്ക് മായ്ച്ചു കളയാനാവാത്ത വിധം ആഴത്തിൽ കോറിയിട്ട സ്നേഹങ്ങൾക്ക് നന്ദി.